ഹലോ ഗൈസ്, സെക്സോമാനിയാക്കായ ഒരു സെക്സിന്റെ മറ്റേ ഒരു ലെവലിലുള്ള ഒരു ഭ്രാന്തി ഇരുന്നു കണ്ട് കിണച്ച പറയുന്നുണ്ട്. നമുക്കത് കേൾക്കാം. ഞാനത് പ്ലേ ചെയ്യത്തില്ല, ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു പ്ലേ ദാറ്റ്. എനിവേ, അതിന്റെ ക്യാപ്ഷൻ ഇതാണ്: വളർത്ത മകന്റെ ഭാര്യയെ കണ്ടപ്പോൾ നബിക്ക് പൊങ്ങി, ഉദ്ധാരണം തീർത്ത് പടച്ചോൻ. ഇതാണ് നമ്മന്റെ മതം വിട്ട മതം. കുറെ തൊപ്പിക്കാരന്മാരെയും ഖുർആന്റെ ഇതും കൊണ്ടുവച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു ഇതാണ്. തലയ്ക്ക് സുഖമില്ലാത്ത വെളിവില്ലാത്ത ഒരു സ്ത്രീ പറയുന്നതിനെ അത്രയും വലിയ സംഗതിയാക്കി വെച്ചുകൊണ്ട് ഈ പരിപാടി ചെയ്യുന്ന ഒരു വൃത്തികെട്ട ചാനലായി മലം TV മാറിയിരിക്കുന്നു. ഇപ്പം ജനം TV-കാരോടാണ്, നിങ്ങൾ ഓരോരുത്തരായി ഓരോ മനുഷ്യരെയായി കൃത്യമായി ഞങ്ങൾക്ക് മനസ്സിലായത് കൊണ്ടാണ് പബ്ലിക്കിൽ വന്നത് പറയുന്നത്. ഈ ചാനൽ കാണാനായിട്ട് വായും കീറി പോയി ഇരിക്കുന്നവർക്ക് ആ ക്വാളിറ്റിയേ ഉള്ളൂ. ആ സ്ത്രീക്ക് തലയ്ക്ക് സുഖമില്ല. എത്രയോ വർഷക്കാലം അനന്തപുരി ഹോസ്പിറ്റലിൽ തലയ്ക്ക് സുഖമില്ലായ്മയ്ക്ക് ട്രീറ്റ്മെൻറ്റ് നടത്തിയ സ്ത്രീയാണ്. 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള നഴ്സറി പിള്ളേരെ അലിഫ് ബാ പഠിപ്പിച്ച്, അലിഫ് ബാ എന്ന് വെച്ചാൽ ഇംഗ്ലീഷല്ല, അറബിക് അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിരുന്ന ഒരു വെറും വൃത്തികെട്ട സ്ത്രീ. ഏത് വീട്ടിലും പട്ടിണി വരുമ്പോഴത്തേക്ക് അവർ ആദ്യം ദൈവഭയത്തിലേക്ക് വരും. പട്ടിണി കൂടുന്ന വീടുകളിൽ കുറച്ചധികം ദൈവഭയം ഉണ്ടാകും. അവർക്ക് കൂടുതൽ വേദങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. ദൈവത്തിനെ കൂടുതൽ വിളിച്ചാൽ പട്ടിണി മാറ്റി കൊടുക്കും എന്നാണ് വിശ്വാസം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചധികം പഠിപ്പിച്ചു കൊടുത്ത്, ഏത് ഖുർആൻ വായിക്കാനും മറ്റും, അത് വെച്ചുകൊണ്ട് സംസാരിക്കാനുള്ള ആർജവത്തിൽ തീരെ താഴേക്കിടയിൽ ജീവിച്ച നിലം പരിശായ ഒരു ഫാമിലിയിൽ നിന്നുകൊണ്ട് താൻ എന്തോ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന പേക്കൂത്തിന് നിങ്ങൾ ചൂട്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു മതവിശ്വാസത്തെയോ ഒന്നിനെ അനുകൂലിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എനിക്കൊരു മതത്തിനോട് ഒരു പ്രത്യേക ഒന്നുമില്ല, ഒരു പ്രതിബദ്ധതയുമില്ല. അത് ഇസ്ലാം ആയാലും ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും എല്ലാവരോടും റെസ്പെക്റ്റ് മാത്രം. അനാവശ്യമായ അന്ധവിശ്വാസങ്ങൾ ഞാൻ എതിർക്കുന്ന വ്യക്തിയുമാണ്. പക്ഷെ എന്നാൽ പോലും ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അരോചകത്വമുണ്ടല്ലോ. ഒരു മനുഷ്യൻ്റെ വിശ്വാസമാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ വിശ്വാസം കീപ്പ് ചെയ്യാൻ, അതനുസരിച്ച് പോകാനുണ്ട്. അന്ധവിശ്വാസങ്ങളാണെങ്കിൽ നമുക്ക് തർക്കിക്കാം, എതിർക്കാം. അവർ മുഹമ്മദ് നബിയെ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ വെച്ചാൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. ആ വിശ്വാസത്തിനെ ഇത്രയധികം അവഹേളിക്കുമ്പോൾ ഇവളുടെ തന്ത ഒരു കഞ്ചാവാണ്, ഇവൾ പക്ക അഭിസാരികയാണ്. ഒരു മനുഷ്യനെ വിവാഹം കഴിക്കാം, നമുക്ക് 1 2 വിവാഹം പോട്ടെ, ഒരു 3 വിവാഹം വരെ നമ്മൾ കളയാം. ഗതികേട് കൊണ്ടാണെന്ന് പണ്ടൊരു സിനിമയുണ്ടായിരുന്നു, 1 മുതൽ 0 വരെ എന്ന്, അങ്ങനെ എന്തോ ഒരെണ്ണം. അതിനകത്ത് ആ സ്ത്രീ 3 കല്യാണം കഴിക്കുന്നുണ്ട്, 3 4 ഒക്കെ കിട്ടുന്നുണ്ട്. അത് ആ കല്യാണം കഴിക്കുന്ന ഒരാൾ മരിച്ചു പോകുന്നു, ഡിവോഴ്സ് ആകുന്നു, അങ്ങനെ കുറേ കഥകൾ വന്നിട്ട് അതൊരു നിവൃത്തികേടെന്ന് പറയാം. ഒരു സ്ത്രീക്ക് ജീവിക്കാൻ പുരുഷൻ ആവശ്യമാണെന്നുള്ള നിർബന്ധ ഘട്ടമൊന്നുമില്ല. അത് ഫെമിനിസം തോട്ടുള്ളവർക്ക് മാത്രം മനസ്സിലാവുന്നില്ല. സമത്വം ചിന്തിക്കുന്ന ഒരു പെണ്ണിന് അടിമത്ത വ്യവസ്ഥിതിയിൽ ഒരിക്കലും താല്പര്യം ഉണ്ടാകത്തില്ല. അവിടെ പാർട്ട്ണർഷിപ്പിനാണ് വാല്യൂ കൊടുക്കുക. അതൊരു വലിയ സബ്ജക്റ്റാണ്, അത് ഞാൻ കുത്തിക്കയറ്റുന്നില്ല. പക്ഷേ എന്നിരുന്നാലും നിർബന്ധിതമായിട്ട് അങ്ങനെയൊന്നുമില്ല. ഒരാളിൽ താങ്ങി ജീവിക്കണമെന്ന് ചിന്തിക്കുന്നത് തന്നെ ഒരു മതവിശ്വാസിയുടെ ലക്ഷണമാണ്. മതം തലയിൽ കയറാത്തവർക്കാർക്കും അങ്ങനെ ഒരു തോന്നില്ല. കൂടെയുള്ളവൻ നമ്മളുടെ പാർട്ട്ണറായിട്ടേ തോന്നുള്ളൂ. അവിടെ അടിമത്ത ഉടമത്ത വ്യവസ്ഥയ്ക്കൊന്നും ഒരു വാല്യൂവും കൊടുക്കാറില്ല. ഈ സ്ത്രീക്ക് നിരന്തരമായി മറ്റു പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാരുമായിട്ടും ബന്ധങ്ങൾ. എന്തുകൊണ്ട് 2 ദിവസം മൗനമാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ഇടങ്ങളിൽ ചില നിവൃത്തികേടുകളുടെ സ്വരം കേട്ടു, ചിലർ വല്ലാണ്ട് കരയുന്നു, വല്ലാണ്ട് അപ്സെറ്റ് ആകുന്നു. അപ്പം നിങ്ങൾക്കൊക്കെ അപ്സെറ്റ് ആവുന്നുണ്ടല്ലേ, നിങ്ങൾക്കൊക്കെ വേദന വരുന്നുണ്ടല്ലേ, നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കയറുമ്പോൾ വേദന തോന്നുന്നുണ്ട്. ഓരോരുത്തരും പറയുന്നുണ്ട്, ഞങ്ങളുടെ മുഖം കാണിക്കല്ലേ, ഞാൻ ബൈറ്റ് തരാം പക്ഷെ മുഖം കാണിക്കല്ലേ. നാണമില്ലേ നിങ്ങൾക്ക്? ഈ ഇരുന്ന് അവഹേളിക്കുന്നത് ആരെയാണ്? എന്നെയാണോ? എൻ്റെ കുടുംബത്തിനെയാണോ? എന്നെ പറഞ്ഞാൽ എന്താണ്? ഞാൻ എൻ്റെ കുടുംബ പേരും വീടും മുഖവും കാണിച്ചാൽ ഞാൻ ഇതിന് മറുപടി എടുക്കുന്നത്. നിങ്ങൾക്ക് എന്താ ധൈര്യം വരാത്തെ? ചോദിക്കുമ്പോഴത്തേക്ക് തരാം, ഇങ്ങനെയാണ്, എന്താ മുഖം തന്നാൽ? ആ റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാകാത്തിടത്തോളം ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും. എനിക്കും പരിമിതികളുണ്ട്. ഞാൻ എൻ്റെ സെക്യൂരിറ്റിക്കാണ് നിങ്ങളുടെ മുഖം എടുത്ത് വെക്കുന്നതെന്ന് പറയുന്നെങ്കിൽ പോലും നിങ്ങളാണ് ഉണരേണ്ടത്. നിങ്ങൾ മുൻപോട്ട് വന്ന് സംസാരിക്കാൻ തയ്യാറാകാത്തടുത്ത് എന്താണ് ഇത് ചെയ്യുക? നിങ്ങൾ എനിക്ക് ബൈറ്റ് തരുന്ന എൻ്റെ സെക്യൂരിറ്റിക്ക് ഞാൻ എടുത്ത് വെക്കുന്നു, പക്ഷെ എൻ്റെ കൈ വിലങ്ങിട്ടുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സാധിക്കുക? ഒന്ന് പറഞ്ഞു തന്നേ. ഈ സ്ത്രീ നിർബാധം കിടന്ന് അലറുകയാണ്. എൻ്റെ മകൻ്റെ ഒപ്പം ഞാൻ ഉറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അമ്മയുടെ ഏറ്റവും അമ്മ മകൻ എന്നുള്ളൊരു വികാരം അത് നശിപ്പിക്കുകയാണ് ഈ സ്ത്രീ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ മൗനമായിട്ടിരിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ നാക്കിന് കൂച്ചുവിലങ്ങിടുന്നത്? സ്ത്രീ നിർത്തിയോ? 7 മണിക്കൂർ മുമ്പ് അവളിട്ട് ഇതിൻ്റെ ക്യാപ്ഷനാണ് നിങ്ങളോട് വായിച്ച് താത്തി. നിർത്തില്ല അവൾ. കാരണം അവൾക്ക് ഇത് വ്യൂ കിട്ടണമെങ്കിൽ ഇതുപോലെ പോക്രിത്തരം ഇസ്ലാം മതത്തിനെ പറയണം. വിമർശനമല്ല സഹോദരങ്ങളേത്. ഇത് നിർബന്ധമായി ഇവൾ പറയുന്നത് വിമർശനമല്ല, ഇത് അവഹേളനമാണ്. ഈ നാട്ടിലൊരു കലാപം ഉണ്ടാകാനുള്ള എല്ലാ ചാൻസിനും ഇവൾ തൂണ്ടുതലാവുകയാണ്.
ഒന്നുകിൽ ഇവളുടെ യൂട്യൂബ് ഇല്ലാതാക്കാനുള്ള തീരുമാനം ഗവൺമെന്റ് തലങ്ങളിൽ നിന്ന് എടുക്കണം, നിർബന്ധമായും എടുക്കണം. ഈ സ്ത്രീ ഇതുപോലുള്ള വൃത്തികേടുകളാണ് ക്യാപ്ഷനിൽ വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് അപകടകരമായ രീതിയിലേക്കാണ് നയിച്ചു കൊണ്ടുപോകുന്നത്. ഞാൻ അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ഇതര മത വിശ്വാസികളോട് ഞാൻ ചോദിക്കുകയാണ്, നാഴികയ്ക്ക് 40 വട്ടം നിങ്ങളുടെ അച്ഛൻ വ്യഭിചാരിയാണ് അല്ലെങ്കിൽ നിങ്ങളെ സംരക്ഷിക്കുന്നവൻ വ്യഭിചാരിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സുഖമുണ്ടാവുമോ? ഇവിടെയുള്ള ആക്രമണങ്ങളൊക്കെ നിസ്സാര കാര്യങ്ങൾക്കാണ് വാളെടുക്കുന്ന ആൾക്കാർ. ഇത്രയധികം വിശ്വാസമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗത്തിനെ ഇത്തരത്തിൽ മോശമായി അവഹേളിച്ചാൽ ഇത് അവഹേളനമല്ലേ? അതിനകത്ത് എന്തോ ഉണ്ടാകട്ടെ, അതവർക്ക് പറയാം. അതിനകത്ത് ക്യാപ്ഷനിൽ എന്താ എഴുതുന്നത്? എന്തിനാണ് ആ വൃത്തികേട് എഴുതുന്നത്? ഇപ്പൊ ശിവപുരാണം ഞാൻ പറഞ്ഞു, എന്ത് വൃത്തികേടാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ആ എഴുതിയിരിക്കുന്ന സാധനം തന്നെ ആസിറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത പക്കാ മോശമാണ്. അത് 1-2 കാര്യം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് നൊന്തില്ലേ? ഇത് കണ്ടിന്യൂസ് ഇത് തന്നെ ഇരുന്ന് വായ്ത്താളം അടിക്കുകയാണ്. എന്തടിസ്ഥാനത്തിൽ? ഇവിടെ ആരെങ്കിലും ശിവപുരാണം വെച്ചാണോ ജീവിക്കുന്നത്? ഏത് ഹിന്ദുമത വിശ്വാസിയാണ് ശിവപുരാണ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നത്? എല്ലാവർക്കും 3, 4, 5, 10 കല്യാണങ്ങളുണ്ട്. ആരെങ്കിലും ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ ഹിന്ദുമത വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? എന്നെ ഉപദേശിക്കാനായിട്ട് കുറേ പേര് കോൾ ചെയ്യുന്നുണ്ട്. ഞാൻ അറിയാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ശരി തന്നെയാണ്. എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഇല്ല, എനിക്കൊരു പണിയുമില്ല. അവളോട് നിർത്താൻ പറയുന്നതിന് പകരം എന്നെ ഉപദേശിക്കുന്ന എന്തടിസ്ഥാനത്തിലാണ്? എനിക്കൊരുപാട് പണിയുണ്ടാകും, ഇത് നിർത്താൻ പറയൂ. ഇതിൽ കൂടുതൽ എങ്ങനെയാണ്? അവൾ ഒരു 6ാമതൊരുത്തനെയും വെച്ചുകൊണ്ടിരുന്നുകൊണ്ട് വായ്ത്താളം അടിക്കുന്നു. ഈ 6ാമത്തവൻ എൻ്റെ ചരിത്രം കൊണ്ടുവന്നപ്പോൾ അവൻ അണ്ണാക്കി പിരിവെട്ടിയോ? ഞാനൊരു സ്ത്രീയല്ലേ? എന്നെ അവൻ പച്ചക്കിരുന്ന് അപരാധം പറയണേ. ഞാൻ അവൻ എന്തോന്ന് ചെയ്ത്? അവൻ്റെ വെപ്പാട്ടിക്ക് ഇതുപോലത്തെ ഇടപാടുകൾ ഉണ്ടെന്ന് കൃത്യമായിട്ടല്ലേ പറഞ്ഞത്? അവനെ അറിയാത്തത് കൊണ്ടാണ്. അവൻ 7ാമത്തവൾ കണ്ടുപിടിക്കുമ്പോൾ 6ാമത്തവനെ ചവിട്ടി പുറത്താക്കും. നാട്ടുകാരെ മുമ്പിൽ മാതൃകാ ദമ്പതികൾ ചമയുന്നു. സ്വന്തം ഭർത്താവല്ലേ വന്നിരുന്ന് പറഞ്ഞത് വേറൊരുത്തൻ്റെ കൂടെ പോയ കാര്യം? കൃത്യമായ തെളിവ് വെച്ചല്ലേ അയാൾ സംസാരിക്കുന്നത്. എത്രയോ വർഷക്കാലം അനന്തപുരി ഹോസ്പിറ്റലിൽ മെന്റലിന് ചികിത്സ നേടിയ ഒരു മെന്റലാണത്. ആ സ്ത്രീ എന്ത് പണ്ഡിത? നഴ്സറി കുട്ടികൾക്ക് അലിഫ് ബാ പറഞ്ഞുകൊണ്ട്, അലിഫ് ബാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിക് അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിരുന്ന ഒരു വൃത്തികെട്ട സാധനം. അതാണോ പണ്ഡിത? നാണല്ലേ നിങ്ങൾക്ക്? നിങ്ങൾ നിങ്ങളെ തന്നെ അവഹേളിക്കുകയാണ്. ഒരു പണ്ഡിത എന്ന രീതിയിൽ 10 ക്ലാസ്സും ഗുസ്തിയും കഴിഞ്ഞ ഒരു വൃത്തികെട്ട സ്ത്രീ വിരുദ്ധയായ, എന്താ പറയുക, സ്ത്രീ എന്ന പേരിന് തന്നെ അർഹയല്ലാത്ത ഒരു വൃത്തികെട്ട സാധനം ഇരുന്നുകൊണ്ട് കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞ് കുലുക്കുന്നുണ്ട്. ചാനൽ തുടങ്ങും. ചാനലിൽ കൂടെ ശിവപുരാണം, ലിംഗപുരാണം, മറ്റേ പുരാണം, യോനി പുരാണം സർവത്രവും ഇരുന്നു കൊണ്ട് ഇതിനേക്കാൾ വൾഗറായി പറയും. മനസ്സിലാവുന്നോ? ഇതിനേക്കാൾ വൾഗറായി പറയും. വേദനിക്കരുത്. മനസ്സിലായല്ലോ? നിങ്ങൾ പറയുന്ന രീതിയിൽ ഇസ്ലാമിയർ പ്രശ്നക്കാരാണെങ്കിൽ ഇവള് ഇതുപോലെ ഇരുന്ന് പറയാനുണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? ഈ പറയുന്ന നുണയാണെന്ന് ഈ 2 വ്യക്തികളെ കണ്ടാൽ പോലും എന്ത് സെക്യൂരിറ്റി ഉണ്ടോ? ഇവർ ഇസഡ് കാറ്റഗറി ജീവിക്കുന്നവരാണോ ഈ 2 പേരും? ആരിഫ് ഹുസൈനും കാമിതയും ഒക്കെ എത്രയോ വർഷക്കാലങ്ങളായി ജബ്ബാർ മാഷ് ഇതുപോലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അയാളെ തലയെടുത്തോ? ആരെങ്കിലും ജീവിയോ? അവഹേളനം വരുമ്പോഴാണ് ആളുകൾക്ക് ആയുധമെടുക്കണമെന്ന് തോന്നുന്നത്. നിങ്ങൾ വിമർശിച്ച ഒരു പ്രശ്നവുമില്ല, അപഹേളിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇത് ഈ നാട്ടിലെ സ്വച്ഛത തകർക്കും, മതമൈത്രി തകർക്കും. പലപ്പോഴും കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത്. ഈ സ്ത്രീയുടെ മക്കളെ കണ്ടെത്തുക, സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുക, ഇവരുടെ കുടുംബത്തിലുള്ളവരെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുക, ഇവരെ കുടുംബത്തെ ബോയ്ക്കോട്ട് ചെയ്യുക സൊസൈറ്റി. എനിക്ക് ഇസ്ലാമിയരോടാണ് പറയാനുള്ളത്, കൺസിഡറേഷൻ എന്നൊരു സാധനം നിങ്ങൾക്കുണ്ട്. ഞാൻ കണ്ടത് അതാണ്. അവരിതിനകത്തില്ല. ഞാൻ ഇവളുടെ സിസ്റ്റർ കാണാൻ പോകുമ്പോൾ അവിടെ എൻ്റെ ഒപ്പം വന്ന ആൾ എന്നോട് ഭയങ്കര വായ്ത്താളമാ. പുള്ളി പറയണം, അവരില്ല കേട്ടോ മാഡം, അവരുടെ പേരിടല്ലേ മാഡം, അവരുടെ ഫോട്ടോ ഇടല്ലേ മാഡം. അവരുടെ ഫോട്ടോ ഇടണം, അവരെ പബ്ലിക്കിൽ കൊണ്ടുവരണം, അവരുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കണം. ഈ സ്ത്രീ കാരണം ആ കുടുംബത്തിലെ ഓരോരുത്തരും അനുഭവിക്കണം. അവൾക്ക് വേണ്ടി വക്കാലത്ത് പറഞ്ഞ ആ സ്ത്രീയുടെ മക്കൾ നടു റോട്ടിൽ തല്ലുകൊണ്ട് വീഴണം. അപ്പോഴേ മനസ്സിലാവുള്ളൂ. കൊടുക്കണം. നമ്മളുടെ കുടുംബത്തിനെയാണ് അവഹേളിക്കുന്നത്. അതെന്തിനാ നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം? ഇതിനകത്ത് ഒരു തീവ്രവാദ കാഴ്ചപ്പാടുമില്ല. ഇതിന് തീവ്രവാദം എന്നല്ല പറയുക, സെൽഫ് പ്രൊട്ടക്ഷൻ എന്നാ. ഇവൾ പറയുന്ന വൃത്തികേടുകൾ മറ്റൊരാൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന അപമാനം ഓർത്ത് നോക്കൂ. നാഴികയ്ക്ക് 40 വട്ടം ഇരുന്നു കൊണ്ട് വായ്ത്താളം. വിമർശനങ്ങൾ അംഗീകരിക്കാം. ഇതിനകത്തെ പോരായ്മകൾ, ചില ഗോത്രീയ ആചാരങ്ങൾ, രീതികൾ തീർച്ചയായിട്ടും നമ്മൾ വിലക്കപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും അതിനെതിരെ സംസാരിക്കണം. വിമർശന അതീതമായി ഒന്നുമില്ല. വിമർശനങ്ങൾ അംഗീകരിക്കാം. ഇത് വിമർശനമാണോ? എവിടെയാണ് ഈ വൃത്തികേട് ഇവൾ കണ്ടത്? ഒന്ന് പറഞ്ഞു കേൾക്കട്ടെ. വ്യാഖ്യാനങ്ങളാണ്. ഇവള് ഉമ്മായും വാപ്പായും കിടക്കുന്നത് കണ്ടപ്പോൾ അവർ തമ്മിൽ പോൺ സെക്സ് ചെയ്യണമെന്നാണ് അവൾ കണ്ടുപിടിച്ചിരിക്കുന്നത്.
ഇതാണോ കണ്ടുപിടുത്തം? ഉമ്മായും പാപ്പായും തമ്മിൽ ചെയ്യുന്നത് ഫോൺ വീഡിയോ കണ്ടിട്ട് കാണുന്ന സാധനം ചെയ്തു എന്നാ പറയുന്നത്. ഇവളുടെ ഉമ്മായെയും ഇവളുടെ കുടുംബക്കാരെയും ഒക്കെ ജമാഅത്തുകാരിടപെട്ട് കുടുംബത്തിൽ മാറ്റി നിർത്തുക. മതത്തിൽ നിന്ന് കളയാൻ നമുക്ക് അനുവാദമില്ല, നീക്കി നിർത്തുക. സൊസൈറ്റി നീക്കി നിർത്തുക. എവളെ ബന്ധുക്കളെ അറിയാമല്ലോ ഏകദേശം എല്ലാവർക്കും. നിങ്ങൾ ഒരു വിഷയത്തിന് അവരെ ചേർക്കാതിരിക്കുക, ഒരാളും ചേർക്കാതിരിക്കുക. അതാണ് വേണ്ടത്. തീർച്ചയായിട്ടും അതിനകത്ത് ഒരു തീവ്രവാദവുമില്ല. എത്ര ദിവസം നിങ്ങൾ ഇത് സഹിക്കും? ടോളറേറ്റ് ചെയ്യുന്ന ലെവലില്ലേ? അവളെ മോള് നീറ്റ് എഴുതി എന്താ തകർക്കാൻ പോണം. ഇതൊന്നും പറയട്ടെ, നാക്കിന് എല്ലില്ലാത്തവൻ വിളിച്ചു പറയുന്ന എൻ്റെ മകളെ ഒന്നും പറയല്ലേ എന്ന്. നിന്റെ മകൾ ഏതോ പിശാചിന്റെ കയ്യിലാണോടോ? വേണമെങ്കിൽ സേവി, അല്ല ഷെഫീനയുടെ നാക്കിന് കെട്ടിടാൻ വരണ്ട ഒരുത്തനും. ഞാനിത് പറയാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ 2 ദിവസത്തെ ഡിലേ വന്നതിൻ്റെ റീസൺ, എനിക്കൊരു ഹറിബറി ഉണ്ടായിരുന്നു. ആ ഹറിബറിയിൽ എനിക്ക് ചില വിഷയങ്ങളിൽ ഞാൻ കുറച്ച് സ്പീഡി ആയിപ്പോയി. അതുകൊണ്ടാണ് സമയമെടുത്തിടാമെന്ന് വെച്ചിട്ട് എനിക്കൊരു 4-5 ഡേയ്സ് നിങ്ങൾ സമയം തന്നാൽ അതിനുള്ളിൽ ബാലൻസ് കൂടെ കൊണ്ടിടും വിത്ത് എവിഡൻസ്. ഇതിനകത്ത് എവിഡൻസ് ഉണ്ട് എന്ന് ഞാൻ പറയുന്നതിൻ്റെ റീസൺ, ഞാൻ ഈ പറഞ്ഞത് എന്തെങ്കിലും കളവാണെന്നുണ്ടെങ്കിൽ ഇവൾക്ക് എനിക്കെതിരെ കേസ് കൊടുക്കാം. ഞാൻ ഇവളുടെ സലഫി മസ്ജിദിൽ പോയത് ഇവൾ പറഞ്ഞത് കേട്ടിട്ടാണ്. പോയിടത്തുനിന്നെല്ലാം കിട്ടിയ റിപ്പോർട്ടുകൾ ഞാൻ നിങ്ങൾക്ക് തന്നു, അരയും കുറയും ആയിട്ടാണെങ്കിൽ പോലും. പൂർണ്ണമായ റിപ്പോർട്ടുകൾ എൻ്റെ കയ്യിലുണ്ട്, സേവ്ഡാണ്. അവരത് തരാൻ തയ്യാറല്ല. അവർക്കിപ്പോഴും അവരുടെ മുഖം രക്ഷിക്കണമെന്നാണ്. ഇസ്ലാമിൻ്റെ മുഖം നഷ്ടപ്പെടുന്നതിൽ അവർക്ക് വിഷമമില്ല. സലഫി ഉസ്താക്കന്മാർക്ക്, മുജാഹിദുകാർക്ക് അവരുടെ ഫേസ് രക്ഷപ്പെടണമെന്നാണ്. അത് കുഴപ്പമില്ല, അവരവിടെ ഇരുന്ന് അലച്ചോട്ടെ എന്നാണ് പറയുന്നത്. കുഴപ്പമില്ലായിരിക്കും. അവർ ഈ ഒരു വട്ടം പൊട്ടക്കണക്കിലെ തവളകളായിരിക്കും, അവർക്കത് പ്രശ്നമില്ലായിരിക്കും. പുറം രാജ്യത്തേക്ക് പോവുകയും മറ്റുള്ളവരെ ഫേസ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേദന നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ജമാഅത്തുകൾ എന്തിനാണ്, നിങ്ങൾ എന്തിനാണ് വെള്ളിയാഴ്ച മസ്ജിദുകളിൽ പോകുന്നത്? അവിടെ ഇത് പറയണം. ഇവളുടെ ഡിസ്റ്റന്റ് റിലേറ്റീവ്സിന് പോലും ഇതിന്റെ എഫക്റ്റ് ഉണ്ടാവണം. ഇവൾ കാരണം അനുഭവിക്കുന്ന ഓരോ ഇസ്ലാമിയരും സംഘടിച്ച് ശക്തരാവുകയും അതിനോടൊപ്പം തന്നെ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും വേണം. നിസ്സഹകരണം, അതാണ് ഏറ്റവും നല്ല മരുന്ന്. ഒരു കാര്യത്തിൽ ഇവരെ സഹകരിപ്പിക്കരുത്, ഒരു കാര്യത്തിൽ ഇവരുമായിട്ട് യാതൊരു ബന്ധവും വെക്കരുത്. പ്രത്യേകിച്ച് ജാമിദയുടെ സഹോദരിമാരെ ഒരു കാരണവശാൽ ഒരു കാര്യത്തിൽ എടുപ്പിക്കരുത്. ആ പയ്യന്റെ നമ്പർ ഇട്ടപ്പോൾ പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, ആ പയ്യന്റെ നമ്പർ എന്തിനടോ വിളിക്കണം? നിങ്ങൾ ഓരോരുത്തരും പച്ചയ്ക്ക് പറയണം. അവനോട് പറഞ്ഞു കൊടുക്കണം. അവനാണ് പ്രതികരിക്കേണ്ടത്. അവനെ പോലുള്ള കുഞ്ഞുങ്ങൾ ഇനി ഭാവിയിൽ അനുഭവിക്കും. അതറിയുമോ നിങ്ങൾക്ക്? എന്നെ ഉപദേശിക്കാൻ എളുപ്പമാണ്. എന്നെ ഉപദേശിച്ച് എന്നെ നന്നാക്കാനായിട്ട് വരാൻ നിൽക്കണ്ട. എനിക്ക് എൻ്റെ കുട്ടികൾ ഇങ്ങനെ ഇറങ്ങി നിൽക്കത്തില്ല. ഇത്രയും മോശപ്പെട്ട രീതിയിൽ ഞാൻ സംസാരിച്ച എൻ്റെ മക്കൾ എന്നെ വിലക്കും, ചെയ്യരുതെന്ന് പറയും. അടുത്ത തലമുറയ്ക്ക് പോലും ദോഷമുണ്ടാക്കുന്ന രീതിയിൽ വൃത്തികെട്ട സാധനം വീണ്ടും വീണ്ടും ഇരുന്നു കൊണ്ട് പറയുന്ന ഈ സ്ത്രീക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷനാണ്. ഇത്ര 6ഓളം ആണുങ്ങളോടെ കിടന്നു, എണ്ണം പറയാത്ത ആണുങ്ങളോടെ നടന്നും ജീവിച്ചും കിടന്നു കൊടുത്തിട്ടും കുത്തിക്കഴപ്പ് തീരത്ത കഴപ്പ് പിടിച്ച ഒരു സാധനം. അവൾക്കെതിരെ ശക്തമായി തന്നെ പൊരുതണം. കുടുംബത്തിനെയാണ് അടിക്കേണ്ടത്. ചുറ്റും നിൽക്കുന്നവർ മനസ്സിലാക്കുക. നിങ്ങൾക്കറിയാമല്ലോ അവളുടെ ബന്ധുക്കൾ ആരാണെന്ന്. അടുപ്പിക്കരുത്. ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുക്കരുത്. നമ്മൾ മൈൻഡ് ചെയ്യരുത്, ഒറ്റപ്പെടുത്തിയേക്കുക. അവളെ കൊടുക്കട്ടെ. അവൾ ഇതുപോലെ ഇരുന്ന് അപരാധിച്ചുണ്ടാക്കുന്ന പൈസ വാങ്ങി തിന്നുന്നവളുമാർ തിന്നട്ടെ, വാങ്ങി. അവൾക്ക് മനസ്സിലാകുന്നില്ലല്ലേ? ഇവൾക്കെതിരെ സംസാരിക്കാത്ത, ഇവൾക്കെതിരെ ഒരു വാക്ക് പോലും പറയാൻ തയ്യാറാവാതെ സ്കിപ്പ് ചെയ്യുന്ന ഇവളുടെ ഓരോ ബന്ധുക്കളെയും എണ്ണം പറഞ്ഞ് നീക്കി നിർത്തണം. നമുക്കൊപ്പം ഇവരെ ചേർക്കരുത്. പോട്ടെ, അവരെ എച്ചാകട്ടെ. അവർ ഈ നശൂലത്തിനെ വളർത്തിക്കൊണ്ടുവരുന്നവരല്ലേ. ഈ നശൂലം കാരണം ബാക്കിയുള്ളവർ കഷ്ടപ്പെടുന്നുണ്ട്. ഇവർ സേഫ് ആൻഡ് സെക്യൂറായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, അതിൻ്റെ ബാക്കി ഫലം അവർക്ക് കൊടുക്കണം. ഇസ്ലാമിയർ സമാധാനം കൊണ്ട് നടക്കല്ലേ? നടക്കൂല. ഇതിനെയല്ല സമാധാനം എന്ന് പറയുന്നത്. അവരെ വെട്ടാനും കുത്താനും അല്ല പറഞ്ഞത്. നിസ്സഹകരണം. അവരുമായി സഹകരിക്കാനേ പോകരുത്. അതാണ് ചെയ്യേണ്ടത്. അതേപോലെ സലഫി മസ്ജിദിൽ ഞാൻ പോയ 3 ഭയപ്പാടോട് കൂടിയാണ്. അവർ മുഖം തരുന്നില്ല. എന്നോട് സൗണ്ട് എടുത്തോ, കുഴപ്പമില്ല. എനിക്ക് സൗണ്ട് എന്തിനാണ്? ഇപ്പം റീസെൻ്റ്ലി ഒരു കമൻറ്റ് വന്നത് അതാണ്. ഞാൻ ആരെ കൊണ്ടോ പറയിക്കുന്നെന്ന്. ഫേസ് തരാൻ തയ്യാറാകുന്നവർ മാത്രം എന്നെ വിളിക്കാം. നിങ്ങൾ തരുന്ന റെക്കോർഡ്സ് സേവ് ചെയ്ത് വെക്കാൻ എനിക്ക് നല്ല സൗകര്യമില്ല. ഫേസ് തരാൻ തയ്യാറാകുന്നവർ മാത്രം എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതിയാവും. അല്ലാത്തവരെന്നെ കോണ്ടാക്ട് ചെയ്യേണ്ട, താല്പര്യമില്ല. എനിക്ക് എൻ്റെ സമയം വേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ പോയ എല്ലാ മസ്ജിദുകളിലും എല്ലാവരും എനിക്ക് വോയിസ് തരുന്നുണ്ട്. പിന്നെ കടം കൊടുക്കാനുള്ള ഫേസ് കാണിക്കുക. നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസയല്ലേ വേണ്ടത്? നിങ്ങൾക്ക് കിട്ടാനുള്ള കാശ് വേണമെങ്കിൽ ഫേസ് കാണിക്കുക. അല്ലാതെ നിങ്ങൾ വോയിസ് തന്നിട്ട് ഞാൻ വോയിസ് പബ്ലിഷ് ചെയ്യില്ല, എനിക്ക് എല്ലാ സൗകര്യമില്ല. അങ്ങനെ എനിക്ക് എന്നെ കളിയാക്കേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളെ കണ്ടതിന് വീഡിയോ ഉണ്ട്, ഞാനത് പബ്ലിഷ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ മാത്രം. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇത് പറയണ്ട. ഞാനെന്തിനീ കഥ കേൾക്കണം? നിങ്ങൾ ധൈര്യമായി മുൻപോട്ട് വരൂ. ഞാനിത് പബ്ലിക്കിൽ പറയുന്നത്
നിങ്ങൾ പബ്ലിക്കിന് ഇത് അങ്ങനെ ചെയ്യണമെന്ന് അവരെ റിക്വസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. കമൻസിൽ നിങ്ങളത് പറയുക, മുൻപോട്ട് വരാൻ നിർബന്ധിക്കുക. നിങ്ങൾ അവസ്ഥകൾ നിങ്ങൾ തന്നെ പറയുക. ഓരോരുത്തർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും ഇവൾ കാരണം ഇസ്ലാമരായിട്ടുള്ള ഓരോ മനുഷ്യർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾ എഴുതിയിടൂ. ഞാനിത് മെനക്കെട്ട് എൻ്റെ സമയവും ഇതാക്കി ഞാൻ കഷ്ടപ്പെട്ട് അവിടെ പോകുന്നു. നിങ്ങൾക്ക് മനസ്സിലാകത്തുണ്ട് ഹെൽത്ത് കണ്ടീഷൻസ് സൂട്ടാകുന്നില്ല, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഞാൻ ഫേസ് ചെയ്തിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവർ പറയും നിങ്ങൾ വോയിസ് എടുത്തോളൂ. എന്തുവാ ഇത്, റേഡിയോ ആണോ ഞാൻ വോയിസ് എടുത്തുകൊണ്ട് വരാനായിട്ട്? എനിക്ക് വോയിസ് പബ്ലിഷ് ചെയ്യണ്ട, എൻ്റെ ചാനലിൽ അങ്ങനെ റീച്ചും വേണ്ട, അതിനകത്തൂടെ ഒരു റവന്യൂ എനിക്ക് വേണ്ട. മര്യാദയ്ക്ക് മുഖം കാണിക്കാൻ തയ്യാറാകുന്നവർ വിളിച്ചാൽ മതിയാകും. ഞാൻ മനസ്സിലാക്കിയ സത്യം ഞാനത് ഒരു വലിയ വീഡിയോ ആയിട്ട് ചെയ്തങ്ങിടും. അതിനപ്പുറം എനിക്ക് ഒരാളെയും വിളിച്ച് ഒരാൾക്ക് നിങ്ങൾക്ക് പണം വേണമോ, നിങ്ങളെ കയ്യിൽ നിന്ന് നമ്മൾ പണം പറ്റിച്ചിട്ടുണ്ടോ, നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തുക. ഞാൻ ഓരോ തവണയും നോക്കൂ, കാലത്ത് ഉറക്കം എഴുന്നേറ്റ് 4 പേര് 5 പേരുണ്ടാവും. ഓരോരുത്തരും ഓരോ സ്ഥലത്താണ്, ഓരോ ദിക്കിലാണ്, ഓരോ സ്ഥലത്തേക്ക് ഞാൻ യാത്ര ചെയ്യുകയാണ്. ചെല്ലും, വലിയ കാര്യത്തിൽ ചെല്ലും, ക്യാമറ ഓൺ ആക്കുമ്പോഴത്തേക്ക് മുഖത്തേക്ക് എന്തെങ്കിലും എടുത്തിടും. എന്തിനാ പിന്നെ നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തുന്നത്? നിങ്ങൾക്ക് എന്താ നല്ല നേരം പോകുന്നു? ഒരിടത്ത് ഞാൻ ചെല്ലുമ്പോൾ തന്നെ ഒരു 100 എക്സ്ക്യൂസ് പറയും. ദെൻ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്ന് കയറുമ്പോൾ വീണ്ടും കോൾ വരും, ഒന്നും കൂടെ വരുമോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ നിസ്സാരമായി പറയുന്ന ഈസി വേ എന്താണ്, വാട്സപ്പിൽ വീഡിയോ കോൾ ഉണ്ട്, നിങ്ങൾ വീഡിയോ കോൾ വിളിക്കൂ, അല്ലെങ്കിൽ കോൾസിൽ കൂടെ പറയും അതൊക്കത്തില്ല നിങ്ങൾ വരും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഞാനിത് റെക്കോർഡ് ചെയ്യരുത്, അല്ലാതെ ഞാൻ മനസ്സിലാക്കിയാൽ മതിയെന്ന്. എനിക്കിത് മനസ്സിലാക്കി, എനിക്ക് അവൾ പണ്ടേ ഫ്രോഡെന്നറിയാം. എനിക്കറിയാം അവൾ പണ്ടേനേ ഫ്രോഡാണെന്ന്. എൻ്റെ കയ്യിൽ A to Z പണ്ടേനെ തെളിവ് കിട്ടിയതുമാണ്. എന്തുകൊണ്ട് പറയാതിരുന്ന ഒരു പെൺകുഞ്ഞ് അവൾക്കുണ്ടെന്നുള്ളത് കൊണ്ടാണ്. ആ കുട്ടി ഒന്നും അറിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു സോഫ്റ്റ് കോർണർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ചെയ്തത്. പക്ഷേ ഇപ്പം ചെയ്യുന്ന ദ്രോഹം എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ഇവൻ്റെ ഭാര്യയെ അവൻ ഡിവോഴ്സ് ചെയ്തിട്ടില്ല, ഒരു ഷീറ്റ് ഇട്ട വീട്ടിനകത്താണ് കിടത്തിയിട്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്ത്രീയുടെ ചുറ്റുമുള്ളവരത് കേൾക്കുന്നില്ലേ? ഉണ്ട്. നിങ്ങൾ കേട്ടിട്ട് തന്നെയാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത്. ഞാൻ അവിടെ വന്ന് അവളുടെ ആ സീൻ കണ്ടിട്ട് എന്താവാൻ? ഞാൻ ആ സ്ത്രീയെ വിളിച്ചിരുന്നു. പേടിയാണ് അവർക്ക്. നിങ്ങൾ ആരെയാ ഭയപ്പെടുന്നത്? നിങ്ങളിങ്ങനെ പേടിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഷീറ്റിട്ട വീട്ടിൽ കിടക്കേണ്ടി വരുന്നത്. നിങ്ങൾ റിയാക്ട് ചെയ്യാൻ തയ്യാറാകാത്തടത്താണ് മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടി വരുന്നത്. നിങ്ങൾ റിയാക്ട് ചെയ്യണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണിക്കുന്നില്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുത്ത് നിന്ന് പിരിച്ചു മാറ്റിക്കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തൊരു വൃത്തികെട്ട സത്വത്തിനെ പബ്ലിക്കിൽ തുറന്ന് കാണിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. നിങ്ങളൊരു അമ്മയല്ലേ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അവൾ കൊണ്ട് നടന്ന് നാട്ടുകാരെ കാണിച്ച് സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടെ ഉത്തരവാദിയാണ്. നിങ്ങളെന്തിനും നിങ്ങളുടെ ഭർത്താവിന് വിട്ടുകൊടുക്കണം. അവരവിടെ കുണ്ടവേലയാണ് ചെയ്യുന്നത്, അവൾ അടിപ്പാവട കഴുകി കൊടുത്ത് അവിടെ കിടക്കുകയാണ്. അപ്പം അതിന് മറുപടി നിങ്ങൾ ചെയ്യണം. ഇത് ഞാൻ മറ്റാരെയും കേൾപ്പിക്കാനല്ല, എനിക്ക് എല്ലാവരോടത്തോടും ഒന്നിച്ച് പറയാൻ പറ്റാത്തത് കൊണ്ടും നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വീഡിയോ അവൈറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ടും എൻ്റെ മറുപടിയാണ് ഇത് പറഞ്ഞത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് എനിക്കൊരു വീഡിയോ ചെയ്യാനോ, എനിക്ക് എൻ്റെ വീട്ടിൽ പോകാനോ, എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഇരിക്കാനോ പറ്റുന്നില്ല. ഇവിടെ വിളിക്കും, ഞാൻ അങ്ങോട്ട് ചെല്ലും, റെക്കോർഡ് തരും, ഞാൻ ഇങ്ങോട്ട് പോരും, അടുത്ത ഡോക്യുമെന്റ്സ് കാണിക്കും. അതൊരു ഫോട്ടോ എടുക്കാൻ പോലും തരത്തില്ല. ഞാൻ കണ്ടാൽ മതി, ഇത്രേ ഞാൻ കണ്ടിട്ട് മതിയാവുമോ? ഫോട്ടോ എടുക്കാൻ തരണ്ടേ? അതും തരത്തില്ല. ഞാൻ കണ്ട് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഞാൻ ഇതിൻ്റെ റിക്കവർ ചെയ്യാൻ വേണ്ടി ഇതിനെ റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരുന്നു. ഓരോരുത്തരുടെ അവസ്ഥകൾ ആലോചിക്കും. നമ്മൾക്ക് വളരെ ഈസിയായി തീരാവുന്ന ഒരു ഇഷ്യൂ ഇതിങ്ങനെ വളച്ച് എത്ര ദിവസമാകുന്നു എന്ന് ആലോചിച്ച് നോക്കിക്കാണ്. ഇത് എപ്പോഴോ തീരാവുന്ന ഒരു കേസല്ലേ? അവരുടെയൊക്കെ ടൈം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ ഫാമിലി എന്നെ ഉപദ്രവിക്കരുത്, എൻ്റെ ഫാമിലി, നിങ്ങളുടെ ഫാമിലിയാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ നിങ്ങൾ ഇതിന് ഇമ്പോർട്ടൻസ് ഫസ്റ്റ് കൊടുക്കുക, ഫസ്റ്റ് പ്രിയോറിറ്റി ഇതിന് കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് എൻ്റെ സമയം വേസ്റ്റാക്കാൻ എനിക്ക് നല്ല താല്പര്യമില്ല. എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പബ്ലിക്കിലിടും എന്ന് പറഞ്ഞാൽ 1% പോലും ഞാൻ നിങ്ങളെപ്പോലെ ഭയപ്പെട്ടിരിക്കുന്ന സ്ത്രീയല്ലെന്ന് മനസ്സിലാക്കിക്കോ. 1% പോലും ഞാൻ ഒരാളെയും സേഫ് ചെയ്യത്തില്ല, ഒരാളെയും ഞാൻ സെക്യൂർ ആക്കത്തില്ല. ഞാൻ കംപ്ലീറ്റ് എടുത്ത് പബ്ലിക്കിലിടും. അതെന്നെ കൊണ്ട് ചെയ്യരുത്. ദയവ് ചെയ്തിട്ട് അവരവരുടെ ഭാഗം വ്യക്തമായി വന്ന് പറയുക, ക്ലിയർ ആക്കുക. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അതിനുള്ളൊരു വേദിയായിട്ടാണ് ഞാനിത് ഒരുക്കി തരുന്നത്. എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് റിയാക്ഷൻസ് വീഡിയോ ചെയ്യാം, എനിക്ക് എൻ്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കാം. ഇത് ഞാൻ നിങ്ങളേന്ന് കണക്കാക്കി നിങ്ങളുടെ കഥ കേട്ട് ഓരോ തവണയും ഇവളുടെ കഥ കേട്ട് ഇതൊക്കെയാണോ എന്ന് കേട്ട് മിണ്ടാതിരിക്കുന്നതോട് എനിക്ക് എന്നോട് തന്നെ ഒരു പുച്ഛം ഫീൽ ചെയ്യാണ്. നിർത്തുമെന്ന് വിചാരിച്ചാൽ അവൾ വീണ്ടും അതിനേക്കാൾ കൂടുതലായിട്ടിരുന്ന് ഉണ്ടാക്കുകയാണ്. നാണം ഇല്ലടി വൃത്തികെട്ടവളെ. എടി അഭിസാരികൾക്ക് ഇതിനെക്കാട്ടി പ്രസ്റ്റീജ് ഉണ്ട്. ഇവിടെ 5-നും 10-നും നിൽക്കുന്നുണ്ടല്ലോ ഈ തമ്പാനൂർ സ്റ്റാൻഡിൽ. ആ പെണ്ണുങ്ങൾക്ക് നിന്നെക്കാട്ടിയും ബോധവും വിത്തിയും വരും. നീ ഈ പൈസ കൊണ്ട് ഊട്ടുന്നില്ലേ, നിന്റെ കുട്ടികൾ അനുഭവിക്കും. അത് ശാപമായിട്ടല്ല നീ വെക്കുന്നത്. കർമ്മ നിന്നെ നന്നായിട്ട് തരും. നീ മോങ്ങും, മനസ്സിലായാ?
നീ പച്ചയ്ക്ക് മോങ്ങും. ഒരു പൈസ കയ്യിലില്ലാതെ തിന്നാൻ പറ്റില്ലാതെ നീ നടുത്തെരുവിൽ നരകിച്ച് പുഴുത്തു തീരും. ഇത് ഞാൻ ഉള്ളു തുറന്ന് പറയുന്ന ഒരു കാര്യമാണ്. നീ എത്ര മനുഷ്യരുടെ പണമാണടി പറ്റിച്ചിട്ട് പോയത്? ഇവിടെ എത്ര പേരുടെ പൈസയാണ് പറ്റിച്ചിട്ട് പോയെന്നറിയാമോ? എന്തോരം മനുഷ്യർ എല്ലാം പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഒന്നിനു മുമ്പേ കോള് വരികയാണ്. ഞാൻ അവരെ കണ്ട് തിരിയുന്നതിന് മുമ്പേ അവർക്ക് കോള് വരികയാണ്. എൻ്റെ മുന്നിൽ വെച്ച് കോള് വന്നിട്ട് കൊല്ലുമെന്നാ പറയുന്നേ. ഇവിടെ ഗുണ്ടിയാണോ? എല്ലാവരും വധഭീഷണിയാ. എല്ലാവരും നേരിടുന്നത് വധഭീഷണിയാണ്. കൊന്നുകളയുമെന്നാ പറയുന്നേ. നേരിട്ട് വന്ന് കൊന്നുകളയും. എൻ്റെ കുഞ്ഞിനെയും വിളിച്ചേക്കാണ്. കൊന്നുകളയും എത്രേ ഉമ്മായെ. പിന്നെ നീ അങ്ങ് നടക്കും. നീ കുറെ നീ ഉണ്ടാക്കും. ആളെ കൂട്ടിയിട്ട് നീ അങ്ങ് ഉണ്ടാക്കും. എൻ്റെ ഉമ്മച്ചി പേടിച്ചിട്ട് വിളിക്കുന്നു. എന്താ ആളെ കാര്യമൊന്ന്? നമ്മുടെയൊക്കെ നമ്പർ പബ്ലിക്കാണേ. കൊന്നുകളയും എത്ര. പിന്നെ നീ കോഴിയല്ലേ ചുമ്മാ പിടിച്ചങ്ങ് വെച്ചിട്ട് അറുക്കാനെ കൊണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇസ്ലാമിയർക്കാണോ ഭ്രാന്ത്? ഇവർക്കാണോ ഭ്രാന്ത്? ഈ ടെററാണ്. മാത്രമല്ല ഇ ഡി വന്ന് ചോദ്യം ചെയ്ത ഒരു ഉണ്ട എടുത്ത് ഞാൻ കൈ കൊടുക്കും. നീ അത് വെച്ച് ഉണ്ടാക്കാൻ പറയും. ഇ ഡി NIA എന്തൊക്കെ സാധനങ്ങളാ. ആരാ ഇവള്? ലോക ദുരന്തം. ആരെടി പേടിപ്പിക്കുന്നത്? ബാക്കി ഈ പറയുന്ന ചൊക്കട്ടാളാ നീ പേടിപ്പിക്കുക. ഷെബീനയുടെ അടുത്ത് കയറാൻ വരണ്ട. ധനം വേറെയാ. കുറേ ആയി ഞാൻ കേൾക്കുന്നു. ഞാൻ ഒരൊറ്റ ദിവസം സമയമാണ് നിങ്ങൾക്ക് തരുന്നത്. നാളെ ഒരൊറ്റ ദിവസം. മര്യാദക്കാണെങ്കിൽ ഓക്കെ, അല്ലാച്ചാൽ A to Z കഥ ഞാൻ മറ്റന്നാൾ പൊട്ടിക്കും. തർക്കമേ വേണ്ട. ഒരാൾക്കും ഒരു എക്സ്ക്യൂസും ഇല്ല. നിങ്ങളുടെ ഭാഗം എൻ്റെ അടുത്ത് വന്ന് പറയാൻ ഒരു ദിവസം ഞാൻ സമയം തരികയാണ്. ആൻഡ് ദിസ് ഈസ് ഫൈനൽ. ഒറ്റ ദിവസത്തിനുള്ളിൽ ഞാൻ ഈ ബാക്കി കാര്യങ്ങൾ റിവീൽ ചെയ്ത് അവസാനിപ്പിക്കും ഈ വിഷയം. മനസ്സിലായല്ലോ? ഇതിൽ കൂടുതൽ ഒരു എക്സ്പ്ലനേഷൻ ഈ വൃത്തികെട്ട സ്ത്രീയെ പറ്റി എനിക്ക് പറയാനില്ല. ഇത് മനസ്സിലാക്കിയ ശേഷവും ഇവളെ പണ്ഡിത എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി ഡിബേറ്റ് ചെയ്യുന്നവരുടെ ക്വാളിറ്റി അത്രേ ഉള്ളൂ. 4ഉം 5ഉം 40ഉം കെട്ടി വ്യഭിചരിച്ച് നടക്കുന്ന ഒരു അഭിസാരിക പറയുന്നതല്ല ഇസ്ലാം. അവൾ പറയുന്നതൊന്നും ഇസ്ലാമിലുള്ള കാര്യങ്ങളുമല്ല. അവൾക്ക് ഇസ്ലാം എന്ന് പറയുന്ന സാധനം അറിയില്ല. വട്ടപൂജ്യം. ആൻഡ് ക്യാമ്പയിൻ തയ്യാറാക്കി നിങ്ങളുടെ ചാനൽ പൂട്ടിക്കും ഞങ്ങൾ. അതിനകത്ത് തർക്കമേ വേണ്ട. ജനം ടിവിയോട് ഞാൻ പല പ്രാവശ്യമായിട്ട് വാൺ ചെയ്യുന്നു. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ജനം ടിവിയുടെ പേയ്മെൻറ്റ് ടേംസ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് കിട്ടുന്ന സ്ഥലം, അവരുടെ സെക്യൂർഡ് ആയിട്ടുള്ള ആൾക്കാർ നിൽക്കുന്നത് അബുദാബി പോലുള്ള രാജ്യത്താണ്. അതും കൂടെ ഓർത്തുള്ളൂ. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഇൻഫർമേഷൻ തന്നു. ഒത്തിരി പേരെ ഞാൻ തുറന്ന് കാണിച്ചു തന്നു. റിയാക്ഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്. നിങ്ങൾ അവരെ തല്ലിക്കൊല്ലണമെന്നല്ല പറയണത്. ആദ്യം ഇവർക്ക് കിട്ടുന്ന ഫണ്ടിങ് സ്റ്റോപ്പ് ചെയ്യൂ. നിങ്ങൾ പൈസ കൊടുത്താണ് ഇവരെ കൊണ്ട് നിങ്ങളെ തെറി വിളിപ്പിക്കുന്നത്. ജനം ടിവിയുടെ ഓണർ അബുദാബി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് എന്നെ കൊണ്ട് പൊട്ടിക്കരുത്. നല്ലൊരു ചാനൽ, ഒത്തിരി പേർക്ക് പൈസ കിട്ടുന്ന, ഒത്തിരി പേർക്ക് ശമ്പളം കിട്ടുന്നുണ്ടെന്നുള്ള ഒരൊറ്റ കൺസെഷൻ നമ്മൾക്കും ഉണ്ടല്ലോ മനുഷ്യത്വം എന്ന് കരുതി ആ മനുഷ്യത്വം കൊണ്ടാണ് പലതും ഞാൻ മറച്ചു വയ്ക്കുന്നത്, മിണ്ടാതിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം വീണ്ടും 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 എൻ്റെ മതത്തിനെയും എൻ്റെ മതവിഭാഗത്തിലുള്ള ജനങ്ങളെയും അവഹേളിക്കാനുള്ള നിങ്ങൾക്കുള്ള അധികാരമല്ല. ഈ പോക്കൃത്തര സഹിക്കുന്നതിനൊരു പരിധിയുണ്ട് എന്നാണ് ഇപ്പോഴും പറയുന്നത്. മലം TVക്കകത്ത് ഇരുന്നു കൊണ്ട് പറയുന്നത് എനിക്കെതിരെയാണ് പറയുന്നതെങ്കിൽ സ്റ്റാലിന് ഞാൻ പൂട്ടിക്കും. തർക്കമേ വേണ്ട. പോക്കൃത്തരം എന്നെക്കുറിച്ച് പറഞ്ഞാൽ ചാനൽ പൂട്ടിക്കും ഞാൻ. അതിനകത്ത് തർക്കമില്ല. ഒരു കൺസെഷനും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എൻ്റെ കയ്യിൽ നിന്ന്. അവൾ പറയുന്നത് കണക്കല്ല ഞാൻ പറയുന്നത്, തെളിവ് വെച്ചാൽ ഞാൻ പറയുന്നത്. തെളിവില്ലാതെ പോക്കൃത്തരം എന്നെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ അതിന് ഉത്തരം പറയേണ്ടി വരും. ആൻഡ് ദാറ്റ്സ് ഇറ്റ്.